ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടൻ എപ്പോഴാ ജയിലിൽ നിന്ന്? എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ? എന്നിട്ടെന്താ എന്നെ കാണാൻ വരാതിരുന്നേ? ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നീ കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ ഈ പരോളിൽ ഇറങ്ങിയിരിക്കുന്നതേ വ്യക്തമായ ചില ഉദ്ദേശങ്ങളോടെയാണ്. തൽക്കാലം ഞാൻ പുറത്തുണ്ടെന്നുള്ള കാര്യം കണിമംഗലത്ത് ആരും അറിയണ്ട. അവരായിട്ട് എന്നെ കുറിച്ച് അന്വേഷിക്കാൻ സാധ്യതയില്ലല്ലോ. എന്നാലും എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ ചന്ദ്രേട്ടനെ. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് നമുക്ക് കാണാം. ചെറിയ മീന തന്നെ. ഹലോ ചെറിയച്ച, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗൗതം പറഞ്ഞോ? ഇതിലെന്താ ഇനി അവസ്ഥ? ഇനി ഞങ്ങൾക്ക് വരാനില്ല. പ്രിയങ്കയുടെയും വരുണിന്റെയും ഡിവോഴ്സ് കേസ് നടക്കുക. അതിനുള്ള പണം തയ്യാറാക്കലും മറ്റോ എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മൊത്തത്തില് കണിമംഗലം ജാതികയുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോവാ. നീ പേടിക്കേണ്ട കൽപ്പന. പ്രിയങ്കയുമായിട്ടുള്ള ഡീല് നടക്കില്ല. അത് ഞാൻ തടഞ്ഞിരിക്കും. എങ്ങനെ? മുമ്പത്തെ പോലെയല്ല. നമ്മുടെ കൂടെ ഇവിടെ ഒരുപാട് പേരുണ്ട്. അതിശക്തരായ ഒരുപാട് പേർ. നിങ്ങൾ ധൈര്യമായിട്ട് കാത്തിരുന്നോ? വരാൻ പോകുന്നത് നമ്മുടെ സമയം. അതിനുവേണ്ടിയാ നമ്മൾ കാത്തിരിക്കുന്നത്. ഞാൻ പിന്നീട് വിളിച്ചോളാന്നും ചെറിയമ്മയോട് പറ. ശരി. എന്റെ ദൈവമേ, എനിക്കൊന്ന് ജീവൻ വേണം. പ്രിയങ്കയുടെ വിവാഹബന്ധം വേർപെടുത്തുന്ന ഡീല് നടത്തില്ല എന്ന് ചെറിയച്ചൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ സഹായത്തിന് കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവരുടെ സഹായത്തോടുകൂടി തന്നെയായിരിക്കും ചന്ദ്രേട്ടൻ പുറത്തിറങ്ങിയത്. ഒന്നുമില്ലെങ്കിലും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഒരാളായല്ലോ. നീ പേടിക്കേണ്ട കൽപ്പന. ഇത്രയും കാലം ജയിലിൽ കിടന്നതിന്റെ പക മുഴുവൻ ചന്ദ്രേട്ടനുണ്ടാവും. ചന്ദ്രേട്ടനത് തീർക്കും.